എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, എനിക്ക് എൻ്റെ ജോലി പൂർത്തീകരിക്കുവാൻ സമയം കിട്ടുന്നില്ല, എൻ്റെ പാഷൻ ശ്രദ്ധിക്കുവാൻ സമയം ലഭിക്കുന്നില്ല, എനിക്ക് വ്യായാമത്തിന് സമയം കിട്ടാറില്ല, അച്ഛനമ്മമാരെ നോക്കാൻ സമയം കിട്ടാറില്ല, മക്കളെ ശ്രദ്ധിക്കുവാൻ സമയം കിട്ടാറില്ല എന്നിങ്ങനെയുള്ള സമയം ലഭിക്കുന്നില്ല എന്ന പരാതി പലർക്കും ഉണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഈ സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നാണ്. ലോകത്തിൽ സമയത്തിന് വില കൽപ്പിക്കുന്നവരാണ് വിജയികളായി മാറുന്നത്. ലോകത്തിൽ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ഒരേയൊരു സാധനം സമയം മാത്രമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഏതൊരു പണക്കാരനും ഏതൊരു പാവപ്പെട്ടവരും ഏതൊരു പണ്ഡിതനും പാമരനും എല്ലാവർക്കും ഒരുപോലെയാണ് സമയം ലഭിക്കുക. സമയത്തെ നമുക്ക് ശരിയായി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് സമയം ലഭിക്കാത്തത് എന്നുള്ള കാര്യം നാം ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമുക്ക് സമയത്തെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല? അതിനെക്കുറിച്ച് ശരിക്കും പറയാൻ സമയത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം സമയത്തെ ശരിയായ തരത്തിൽ മാനേജ് ചെയ്യാത്തത് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. പൊതുവേ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കാര്യം സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ മുതിർന്ന ആൾക്കാരിൽ നിന്നോ ലഭിക്കാറില്ല. ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മെൻ്റൽ ഹെൽത്ത് എങ്ങനെ സ്ട്രോങ് ആക്കാം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ പാഠങ്ങളും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ സമയത്തെ കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണമെന്ന കഴിവ് നമുക്ക് വളരെ കുറവാണ്. സമയത്തിനൊരു കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് വളരെ സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് സമയം കൊല്ലികളായിട്ടുള്ള നിരവധി കാര്യങ്ങൾക്കായിട്ടാണ്. ഇത് ആധുനിക കാലത്ത് വളരെ കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗമാണല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഫങ്ഷൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്തിനും ഏതിനും ഫങ്ഷൻസാണ്. ബർത്ത്ഡേ പാർട്ടി, ഡാൻസ് പാർട്ടി, മാരേജ് ഫങ്ഷൻ. ഇപ്പോൾ മാരേജ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസവും കൊണ്ട് നടന്നിരുന്ന വിവാഹ പാർട്ടികൾ ഇന്ന് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം എന്നിങ്ങനെ നിരവധി ഫംഗ്ഷന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് മാത്രമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് സമയം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാകണം. നമുക്ക് നാളെ എന്ത് ചെയ്യാമെന്ന് തലേ ദിവസം രാത്രി തന്നെ ആലോചിച്ച് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഇത് അല്ലെങ്കിൽ രാവിലെ ആയാലും മതിയാകും. പക്ഷേ ഏറ്റവും നല്ലത് തലേ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇങ്ങനെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു പട്ടികയാണ് തയ്യാറാക്കേണ്ടത്. ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ ABCD എന്ന് ക്രമീകരിക്കണം. എയിൽ എഴുതേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം. ബിയിൽ സൂചിപ്പിക്കേണ്ടത് ഇന്നത്തെ അത്യാവശ്യമല്ല, പക്ഷെ നാളെ അത് അത്യാവശ്യമായ കാര്യങ്ങളായി മാറുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ്. സിയിൽ എഴുതേണ്ടത് അത്യാവശ്യമല്ല, പക്ഷേ വേണമെങ്കിൽ ചെയ്താൽ മതി, നമുക്ക് കുറച്ച് ഒരു മാനസിക ഒരു സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളായിരിക്കും. ഡിയിൽ സൂചിപ്പിക്കേണ്ടത് നമുക്കൊരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നാം എഴുതേണ്ടത്. ഇങ്ങനെ തരംതിരിച്ചാലുള്ള നേട്ടം എന്തെന്ന് ചോദിച്ചാൽ ഏറ്റവും അത്യാവശ്യ കാര്യമായ A കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ നിർബന്ധം ചെയ്യേണ്ടതാണ്. B കാറ്റഗറികളിൽപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ഞാനൊന്ന് കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. A എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും അത്യാവശ്യ കാര്യങ്ങളാണല്ലോ. ഉദാഹരണമായിട്ട് ഇന്ന് പരീക്ഷയാണ്, അത് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ KSB കറണ്ട് ബിൽ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്, അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ലോൺ എമൗണ്ട് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്, അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. പരീക്ഷയാണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് 10 മണിക്ക് പരീക്ഷയാണ്, രാവിലെ 5 മണിയാണ്, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക. അല്ലെങ്കിൽ കറണ്ട് ബിൽ അടയ്ക്കേണ്ട ദിവസമാണ്, ലാസ്റ്റ് ഡേറ്റ് ആണ്, കറണ്ട് ബിൽ അടച്ചിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് ലോൺ എമൗണ്ട് അടയ്ക്കേണ്ട ദിവസമാണ്, ഇന്ന് ലോൺ എമൗണ്ട് നിർബന്ധമായി അടച്ചിരിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എയിൽ വരുന്നത്. B കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളത്തെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. നമ്മളിന്ന് വ്യായാമം ചെയ്താൽ നമുക്കിന്ന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായെന്ന് വരില്ല, പക്ഷേ നാളെ നമുക്ക് ആരോഗ്യം കിട്ടും. ഇന്ന് പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചാൽ അടുത്ത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും. ലോൺ എമൗണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ നേരത്തെ അടച്ചാൽ അത് നമുക്ക് ആ ഒരാഴ്ച ആ ദിവസം അവസാന ദിവസം അങ്ങനെ ചെയ്താൽ അവസാന ദിവസം നമുക്ക് ടെൻഷൻ ഉണ്ടാകുകയില്ല. ഇങ്ങനെ നാളത്തെ അത്യാവശ്യ കാര്യങ്ങൾ ഇന്നെങ്ങനെ നേരത്തെ ചെയ്യാം
അതിനെക്കുറിച്ച് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തി അത് ബി കോളത്തിൽ എഴുതാൻ കഴിയണം. ഈ ലോകത്തിൽ വിജയിച്ച ആൾക്കാരെല്ലാവരും ബി കോളത്തിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇനി അടുത്തായി സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിനോദത്തിന് പോകുക, അല്ലെങ്കിൽ കൂട്ടുകാരുമായി ഫ്രണ്ട്ഷിപ്പ് കൂട്ടുക, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുക, ഇതൊക്കെ അത്യാവശ്യ കാര്യമല്ല. പക്ഷേ എയും ബിയും കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എയും ബിയും കഴിഞ്ഞ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോട്ട് ചെയ്യുക. ചില എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് പാട്ട് കേൾക്കുക, നമുക്കൊന്ന് റിലാക്സ് ചെയ്യുക, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടാവില്ല. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു നിശ്ചിത സമയം വേണമെങ്കിൽ മാറ്റി, ഒരു ദിവസം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഡി കോളത്തിൽ വരുന്നത് ഒരിക്കലും നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നാം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും മോശമായ കാര്യങ്ങൾ, വെറുതെ ആലോചിച്ചുകൊണ്ട് കിടക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ആരെങ്കിലും തെറി പറയുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കമൻറ്റ് ചെയ്യുക, നമ്മളെ പരദൂഷണം പറയുക, നമുക്ക് യാതൊരുവിധ പ്രൊഡക്ടിവിറ്റിയും നമുക്ക് യാതൊരു ഗുണവും ഫ്യൂച്ചറോ ഇപ്പോഴോ നാളെയോ ഇന്നലെയോ കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നാം അത് പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ എഴുതണം. എന്നിട്ട് ഡി കോളം എഴുതിയതിനു ശേഷം ഒരു ഒരു വെട്ടി ആ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. ഞാനിതിൽ നേരത്തെ പറഞ്ഞു, എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ബി കോളത്തിലായിരിക്കണം. കാരണം ബി കോളം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എ കോളത്തിൻ്റെ പ്രസക്തി ഇല്ലാതാകും. കാരണം നാളത്തെ അത്യാവശ്യ കാര്യങ്ങൾ ഇന്നേ ചെയ്താൽ നാളെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലല്ലോ. എപ്പോഴും ബി കോളത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളിൻ്റെ ജീവിതം സമൃദ്ധപൂർണമായ ജീവിതമായിരിക്കും എന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം, മൾട്ടി ടാസ്കിങ് പൂർണ്ണമായി ഒഴിവാക്കുക. നമ്മളെക്കൊണ്ട് ഒരേ സമയം ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് മനുഷ്യ ശരീരത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ ഒരേ സമയം 5 കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ പരിപൂർണമായ അബദ്ധങ്ങളാണ്. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ അതിലെ ഒരു കാര്യം പോലും നേരെ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ചെയ്താൽ തന്നെ അത് പൂർണ്ണമായിട്ടായിരിക്കില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഒരേ സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. ആ കാര്യം ചെയ്ത് തീർത്തതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് പോകാം. പക്ഷേ നമുക്ക് വ്യായാമം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ മ്യൂസിക് കേൾക്കാനോ അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ മൊബൈൽ ആപ്പ് വഴി, ഇന്നത്തെ ആധുനിക മൊബൈൽ ആപ്പ് വഴി കേൾക്കാനോ നമുക്ക് സാധിക്കും. അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 2 പ്രൊഡക്ടിവിറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബാച്ചായി ചെയ്യുക. ഉദാഹരണം, ഒരു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തണം. 2-3 പ്രാവശ്യം പോയി നമുക്ക് സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏത് കാര്യം ചെയ്താലും 1 മണിക്കൂറിൽ 5 മിനിറ്റ് ഇടവേള എടുക്കുക എന്നുള്ളത്. നമ്മൾ തുടർച്ചയായി ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര വിരസതയുണ്ടാകും. ആ വിരസത ഉണ്ടാവാതിരിക്കാനും വേണ്ടി നമുക്ക് 1 മണിക്കൂറിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അടുത്തൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയ വിലയിരുത്തി മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. പൊതുവെ എല്ലാവരും റീൽസ്, ഫേസ്ബുക്ക്, ഗെയിംസ് എന്നിവ കണ്ടുകൊണ്ടിരുന്നാൽ അത് നമ്മളെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തതായിട്ട്, നോ പറയേണ്ട ഇടത്ത് നോ പറയുക. പലർക്കും നോ പറയാൻ മടിയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് നമ്മൾ കരുതും. അവർക്ക് വിഷമമാകുമെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും നോ പറയാറില്ല. പക്ഷേ നമുക്ക് ഉപകാരമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ ഗുണവുമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അത് നോ പറയുവാനുള്ള കഴിവ് നാം ആർജിക്കണം. ഉദാഹരണമായിട്ട്, നമുക്ക് ചില ആൾക്കാർ നമുക്ക് അനാവശ്യ യാത്രകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കും. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ആയതുകൊണ്ട് നോ പറയാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ പോയത് കൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാകാം. പക്ഷെ നമ്മുടെ വിലപ്പെട്ട സമയമാണ് പോകുന്നത്. അങ്ങനെയുള്ള സമയങ്ങൾ, നോ പറയേണ്ട സന്ദർഭങ്ങളിൽ നോ പറയുക തന്നെ ചെയ്യണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ആരോഗ്യകരമായ ഒരു ശരീരം ഉണ്ടാകണം. നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യകരമായി വയ്ക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. വ്യായാമത്തിലൂടെയും നല്ല ഭക്ഷണത്തിലൂടെയും നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം. ഇന്ന് നാം നമ്മുടെ ശരീരം നന്നായി സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ സമയം ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ശരീര സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, അനാവശ്യമായ ചിന്തകൾ പരിപൂർണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. നടന്ന കാര്യത്തെക്കുറിച്ചോ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോ എപ്പോഴും അധികമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സമയത്തെ പാഴാക്കുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം, കുടുംബത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. ഓഫീസ് കാര്യങ്ങൾ പോലെ തന്നെ
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബവും. ചിലർ ഓഫീസിലെ കാര്യം വീട്ടിൽ കൊണ്ടുവരികയും വീട്ടിലെ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താതെ വരികയും ചെയ്യുമ്പോൾ അത് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകും, മാനസികമായി സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം വളരെയധികം അവിടെ പാഴാകും. അതുകൊണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാം. ഇത് ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് തയ്യാറാക്കാം. ഇനി അവസാനമായിട്ട് ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മളെ ആ രാവിലെ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ തലേദിവസം രാത്രി തയ്യാറാക്കുന്ന ടു ഡു ലിസ്റ്റിൽ അന്ന് വൈകുന്നേരമാകുമ്പോൾ അത് വായിച്ച് നോക്കി അത് എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇനി അഥവാ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിറ്റേ ദിവസം തയ്യാറാക്കുന്ന ടു ഡു ലിസ്റ്റിൽ അത് ആഡ് ചെയ്യണം. അത് എയിലും ബിയിലും വരുന്ന കാര്യമാണെങ്കിൽ ആഡ് ചെയ്യണം. ഈ രീതിയിൽ നമ്മുടെ സമയത്തെ ക്രമീകരിച്ചാൽ നമ്മുടെ സമയത്തെ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും.